കുട്ടി ഉറങ്ങിയ? ഇല്ലമ്മ. അല്ല, നീ പിന്നെയും ഭക്ഷണം കഴിക്കാണ്. നീയല്ലേ കുറച്ച് അപ്പഴാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊക്ക് വീണ്ടും വീണ്ടും തിന്നാണ്. ഇങ്ങനെ വെറുതെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തടിക്കില്ലേ? പിന്നെ നീയും അവനും കൂടി പുറത്തു പോകുമ്പോ ആൾക്കാർ പറയും ഉമ്മയും മകനും പോണോന്ന്. ഇത്തിരിയൊക്കെ തിന്ന്. എന്താന്നറിയില്ലമ്മ, വെറുതെ വിശക്കണു. ഇനിയിപ്പൊ കുട്ടി പാല് കുടിക്കണോണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞ. പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 40 കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വെറുതെ ഇരിക്കുവൊന്നും വേണ്ട. ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങാന്. അങ്ങനെയൊക്കെ തന്നെ. ഇതെന്താണ് കുട്ടിന്റെ ഇടുപ്പില്? അരഞ്ഞാണോണ്? ആവോ, നൂല് പോലെ ഉണ്ട്. ഇതെന്താ പാദസരമൊന്നും ഇട്ടില്ലേ വീട്ടുകാര്? ഇപ്പൊ സ്വർണത്തിനൊക്കെ ഒരുപാട് വിലയല്ലമ്മ, മുമ്പത്തെ പോലെയൊന്നും അല്ലല്ലോ. പിന്നെ പോരാത്തതിന് എനിക്ക് സിസേറിയനും ആയിരുന്നില്ലേ, അപ്പൊ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ബില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ലോണൊക്കെ എടുത്തിട്ടാണ് ഈ മാലയും മരണാണോ ഒക്കെ തന്നെ സംഘടിപ്പിച്ചു തന്നത്. അപ്പൊ കുടുംബക്കാരൊന്നും സ്വർണ്ണമൊന്നും തന്നില്ലേ? കുറെ ഉണ്ടായിരുന്നല്ലോ കുടുംബക്കാര്. അമ്മായി ഒരു മോതിരം തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുമ്മി ഒരു മോതിരം തന്നിട്ടുണ്ടായിരുന്നു. ഓ, മോതിരവാ? അതിപ്പോ ആരിനെ കൊണ്ടാ വാങ്ങാൻ പറ്റാത്തത്? 2000 രൂപ 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മോതിരം കിട്ടുന്നു. മോതിരേ കൊടുത്തുള്ളൂ. അപ്പുറത്തെ വീട്ടത് ജമീലി ഉണ്ടല്ലോ, അവളുടെ മരുമകളിലെ കഴിഞ്ഞ മാസം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവൾക്ക് സ്വർണം കൊടുത്തിരിക്കുന്ന കുട്ടിക്ക്? അവളുടെ വീട്ടുകാര് ഇതാ ഇത്രയ്ക്ക് കട്ടിക്കാണ് മാലയും വളയും പാൽസരവും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പൊ അവരൊക്കെ കാണാൻ വരില്ല ഇങ്ങോട്ട്. തിന്നെ നീ എന്തിനാ തിന്നേലും നിർത്തുന്നത്? തിന്ന്. ആ ജമീല, സൈന മരുമകള് പ്രസവിച്ചു വന്നെന്ന് പറയുന്ന കേട്ടു. ഓ, വന്നിട്ടുണ്ട്. ഇതാ അവിടെ ഉണ്ട്. വാ. ഞാൻ കാണാൻ വന്നതാണ്. എന്നിട്ട് എവിടെ? അതാ അവിടെ ഉണ്ടേ. ഇങ്ങോട്ട് വാ, ഉള്ളിക്ക് വാ. താത്ത വരി. മരുമകൾ വന്നിട്ടുണ്ട് അല്ലേ? അവള് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. അവളിപ്പോ ഉറങ്ങാണ്, അല്ലെങ്കിൽ അവളും ഇപ്പൊ കൂടെ വന്നു തന്നെ. കുട്ടീനെ കാണാൻ പറഞ്ഞിട്ട് നിക്കണ്ടായിരുന്നു. അവിടെ കാട്ട്. അവൾ ഉറങ്ങണ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ടുണ്ടാവുമായിരുന്നു. കുട്ടി വലിയ വണ്ണമൊന്നുമില്ല അല്ലേ? എന്റെ പേരക്കുട്ടിയൊക്കെ എന്താ വണ്ണം കൊടുക്കണിരിക്കുന്നുണ്ട്. അവള് നേന്ത്രപ്പഴമൊക്കെ കുറുക്കി കൊടുക്കേ. അങ്ങനെ കൊടുത്താ മതി, നല്ല വണ്ണം വെക്കും. നിന്റെ മകന്റെ ചായയും ഇല്ല, നിന്റെ മകന്റെ കളറും കിട്ടിയിട്ടില്ല. മുടി നോക്കി, കോല് മുടി കണ്ട. നിന്റെ മകന്റെ എന്ത് ചുരുണ്ട മുടിയാണ്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ചന്തം ഉണ്ടാവൂലേ? ഇതിപ്പോ കോല് മുടിയല്ലേ കിട്ടിയിരിക്കുന്നത്. കയ്യും കാലൊക്കെ നോക്ക്, ചെറുത്. അതൊക്കെ അവന്റെ മരുമകളുടെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിന്റെ കയ്യും കാലൊക്കെ പൊടുക്കനുണ്ട്. നീ എന്താ പറഞ്ഞ? നേരായിട്ടുമില്ലല്ലോ. ഇവിടുന്ന് പോയ പോലെ തന്നെ ഉണ്ടല്ലോ. പ്രസവത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നീ പ്രസവം കഴിഞ്ഞിട്ടും. പ്രസവിച്ച പെണ്ണുങ്ങളൊക്കെ എത്ര തടിക്കും അറിയോ? തിന്നാനും കുടിക്കാനും കൊടുത്തിട്ട്. നീ ഇപ്പൊ തടിയേ ഇല്ല. ഈ തടിയൊന്നും പിന്നീട് കാണില്ല. 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മരിഞ്ഞു പോകും. ഇപ്പൊ നീ പാല് കൊടുക്കണതല്ലേ, നല്ലോണം തിന്ന്. എന്നിട്ട് നന്നായി തടിയൊക്കെ വരണ്ടേ? അതൊക്കെ എന്റെ മരുമോള് എന്തോ തടിയെന്നറിയോ? അത് പിന്നെ നിന്റെ മരുമകള് നല്ലോണം തിന്നാനും കുടിക്കാനുമുള്ള വീട്ടിലത്തെ അല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ തടിക്കും. ഇത് പിന്നെ ചെയ്യാ. ഞാൻ ഇന്ന് പോട്ടേട്ടാ. മരുമകളും കൂട്ടി ഉറങ്ങണേ. ആ ഗ്യാപ്പിൽ ഞാൻ ഓടി വന്നതാണ്. നിന്റെ മരുമകളിനെ പ്രസവിച്ച് കൂട്ടിയിട്ട് വന്നു പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ ഇന്ന് പോട്ടെ ട്ടാ. എണീക്കുമ്പത്തിനും പോയിട്ട് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാലോ ട്ടാ. എന്നാ ശരി. നീ നിക്ക്, ഞാൻ ചായ വെക്കട്ടെ, എന്നിട്ട് കുടിച്ചിട്ട് പോയാൽ മതി. സൈന നിക്ക്, ചായ ഒന്നും എടുക്കണ്ട. ഇടയ്ക്ക് തന്നെ നേരം വൈകിയിരിക്കുന്നത്. ഇതെന്താ സൈന, കുട്ടിക്ക് സ്വർണ്ണമൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഒന്നും കാണാനില്ല. ഒന്നും പറയാണ്ടിരിക്കുന്നതാ ഭേദം. പാത്രം കൊടുത്തിട്ടില്ല, അൽമാര കൊടുത്തിട്ടില്ല, കട്ടില് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴും അവളുടെ വീട്ടുകാർ അവൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴും വെറുതെ തന്നെ പറഞ്ഞയച്ചു. ശരി, പ്രസവിച്ച് വരുമ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഇല്ല. വെറുതെ പറഞ്ഞയച്ചിരിക്കുന്നു. 100 പോലത്തെ മാലയും 100 പോലത്തെ അരഞ്ഞാണവും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടുംബക്കാര് സ്വന്തക്കാരാർക്കും 2 മോതിരം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ, വേറൊന്നും ഇല്ല. ഇനിയിപ്പോ വേറെ കിട്ടുന്നുള്ള പ്രതീക്ഷയും വേണ്ട.
ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിക്കുമ്പോഴേ ഒന്നും കൊടുത്തിട്ടില്ല അവൾക്ക്. എന്നാ പ്രസവിച്ച് പറഞ്ഞയക്കുമ്പോഴെങ്കിലും ആചാരപ്രകാരം എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? എന്താ ആൾക്കാരാണ് അതൊക്കെ. എന്റെ മരുമകള് എന്താ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രസവിച്ച് വരുമ്പോ. കട്ടില്, അലുമാര, ഫ്രിഡ്ജ്, പപ്പട പോലെ വരെ അടക്കം എല്ലാം കൊടുത്തു വിട്ടിരിക്കുന്നു. അതും ഇപ്പൊ പ്രസവിച്ച കുട്ടിക്ക് ഡ്രസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ചെറിയൊരു അൽമാര, നല്ല ചന്തമുണ്ട്. നീ അങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഇനി വീട്ടിൽ വെക്കാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. പിന്നെ ആ പ്രസവിച്ച കുട്ടിക്ക് കൊടുത്ത സ്വർണങ്ങളോ 10-15 പവനോളം ഉണ്ട്. എന്നാ ശരിട്ടാ, ഞാൻ പോട്ടെ. ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അവൾ അടിക്കുമ്പത്തിന്. എന്നാ ശരിട്ടാ. എന്നാ ശരി, നീ പോവാണെങ്കിൽ പോ. കാപ്പി വേണ്ട? അതൊന്നും വേണ്ട, ഇനിയിപ്പോ അതൊക്കെ കുടിക്കാൻ സമയമാവും. അല്ല, ഇതൊക്കെ എടുത്തിട്ട് എവിടേക്കാണ്? തിരുമ്പാനാണ്. കുട്ടി ഉറങ്ങിയടിക്കുമ്പത്തിന് തിരുമ്പാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതൊക്കെ എവിടെ കൊണ്ട് തിരുമ്പാനാ പോണ്? വാഷിംഗ് മെഷീനില്. വാഷിംഗ് മെഷീനിൽ തിരുമ്പിയാൽ തന്നെ പറ്റുള്ളൂ. ആ കുറച്ചെന്നെ ഉള്ളൂ. അത് ആ കല്ലിൽ തിരുമ്പിയ പോരെ. ഇപ്രാവശ്യം കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് 4000 ഉറുപ്പിയാണ്. ഇതൊക്കെ കെട്ടണ്ടേ? ആകെ കുറച്ചല്ലേ തിരുമ്പാനുള്ളൂ. അത് ആ കല്ലിൽ കൊണ്ട് തിരുമ്പ്. പിന്നെന്തിനാ ആ കല്ല് കെട്ടി വെച്ചിരിക്കുന്ന? വെറുതെ തിരുമ്പാൻ തന്നെയല്ലേ. പോരാത്തതിന് മഴയും ഇല്ല, വെയിലും ഉണ്ട്. ഇപ്പൊ തിരുമ്പി കഴിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. കുട്ടിക്ക് പിന്നെ കുട്ടി എണിക്കുമ്പോ വിരിച്ചു കൊടുക്കാനൊക്കെ ആയി. ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കറണ്ട് ബില്ലിന് കൂട്ടണ്ട. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ലാഭങ്ങളൊന്നുമില്ല, നഷ്ടങ്ങളല്ലാണ്ട്. നോക്കി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. വരി. എന്തൊക്കെയാ ചെയ്യുന്ന നീ കാണിച്ചു കൂട്ടുന്നത്? അവൻ ഗൾഫിലല്ലേ? നിന്നെ എന്നെയും കണ്ടിട്ടല്ലേ ഈ കുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീക്ക് പേരക്കുട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് 40 കഴിയുമ്പോഴത്തേന് നീ ഇങ്ങോട്ട് കൂട്ടിയിട്ടും വന്നിട്ട് അവൾക്ക് ഇവിടെ എന്ത് സുഖമാണ് നീ കൊടുക്കുന്നത്? ഇന്നെ പണി ചെയ്യിപ്പിക്കുകയാണ്. സ്വർണ്ണം മുതലും കൊണ്ടുവന്നിട്ടില്ല എന്നല്ലേ. നല്ല മനസ്സുണ്ട് ആ കുട്ടിക്ക്. നിന്നെ എന്നെ നന്നായി നോക്കണില്ലേ? ആ കുട്ടി എന്ത് നീ പറഞ്ഞു കഴിഞ്ഞാലും മുണ്ടാണ്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതുപോലത്തെ ഒരു നല്ല കുട്ടിനെ എവിടെ കിട്ടും? നീ എന്തിനാ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് പോലെ ഇവിടെയും ആണെന്ന് ആഗ്രഹിക്കുന്നത്? മരിച്ചു പോകുമ്പോ നീ സ്വർണം മുതലൊക്കെ കൊണ്ടുപോകുമോ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും കൂടുതൽ കിട്ടാൻ പോണൊന്നുമില്ലല്ലോ. അതൊക്കെ അറിയാലോ എനിക്ക്. പിന്നെന്തിനാ ഇത് വെറുതെ സംസാരിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? കൂടുതൽ കിട്ടില്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യും. ഇനിയിപ്പോ നമ്മുടെ മരുമകള് അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയേ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഉമ്മ ഇങ്ങനെ എന്നെ പറയണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പ്രശ്നങ്ങളാവില്ലേ? ഇനിയിപ്പോ നമ്മുടെ മകന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് തന്നെ വെക്കി, അവളുടെ വീട്ടിൽ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളാവില്ലേ? നീ ഇങ്ങനെ കൂട്ടം ഉണ്ടാക്കാൻ നടക്കുകയാണ്. നീ ഒന്ന് പെട്ടതല്ലേ? നിനക്ക് ഇത്തിരി മനസ്സിലാക്കി കൊടു കാര്യങ്ങള്. ഇവിടെ നമുക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ഇവിടുന്ന് വേണം നമ്മളുടെ വയസ്സാം കാലത്ത് നമ്മൾ രണ്ടുപേരും നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിന്റെ ഈ സ്വഭാവം കണ്ടിട്ടല്ലേ ആ ചെറിയ കുട്ടിയടക്കം വളരാൻ പോണത്. എന്ത് സ്വഭാവമാണ് നിന്റെ? നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലേ? നീ പറയുന്ന പോലെ നീ എന്താ വരുമ്പോ കൊണ്ടുവന്നത്? നീ കല്യാണം കഴിച്ചു വരുമ്പോഴും നീ പ്രസവിച്ച് വരുമ്പോഴും നീ എന്തൊക്കെ കൊണ്ടുവന്നു? നീ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഒന്നും. പിന്നെന്തിനാ മറ്റുള്ളവർ കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? നീ കല്യാണം കഴിഞ്ഞ് വരുമ്പോ നീ എന്താ കൊണ്ടുവന്നത്? വെറും 4 പവൻ, പിന്നെ ഒരു 5000 ഉറുപ്പ്യ നിന്റെ വാപ്പ എനിക്ക് തന്നത്. ഇതന്നെയല്ലേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി ഈ കണ്ടതൊക്കെ ഞാൻ തന്നെയല്ലേ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നിന്റെ മകനിക്കും അറിയാം നിന്റെ മകന്റെ കുട്ടീനെ നോക്കാനും നിന്റെ മകന്റെ കെട്ടിയോളെ നോക്കാനും. മനസ്സിലാകണ്ട? ആ കുട്ടി വാഷിംഗ് മെഷീനിൽ തിരുമ്പി പറഞ്ഞാൽ നിനക്ക് എന്താണ്? നീ സമ്പാദിച്ച പൈസ കൊണ്ടാണ് കറണ്ട് ബില്ല് കെട്ടുന്നത്. നീ ഇത്രയും കാലം വാഷിംഗ് മെഷീനിലല്ലേ തിരുമ്പി കൊണ്ട് നടന്നത്. പിന്നെന്താ അവൾക്ക് മാത്രം കല്ലിലൊരു തിരുമ്പാനും ഒരു നിയമം? നീ ഞാനാ സമ്പാദിച്ച പൈസ കൊണ്ടാണ് നീ കറണ്ട് ബില്ല് കെട്ടിയത്? അല്ലല്ലോ. അവൻ അയച്ചു തന്നത് തന്നെയല്ലേ. അവൻ അയക്കണത് ആർക്കും കൂടിയിട്ടാണ്? അവൾക്കും കൂടി അവകാശപ്പെട്ട തന്നെയല്ലേ. നീ വെറുതെ ദുരിമെടുക്കണ്ടാട്ടോ. ആ കുട്ടിനെ സിസേറിയൻ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ നമ്മൾ ഉത്തരവാദിത്വം പറയണം. വെറുതെ നീ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ആ കുട്ടിനെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അവൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുകയാണ്. അവൻ അവളുടെയും വിട്ടിട്ട് വേറെ പോയി കഴിഞ്ഞാൽ നിന്നെ തന്നെ ആര് നോക്കും? ആ കുട്ടി എന്തോ നല്ലൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് നീ പറയണതൊക്കെ കേട്ടുകൊണ്ട് മുണ്ടാണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. പറഞ്ഞില്ല വേണ്ട. ഞാൻ കുറെ നേരമായി ഇത് കേട്ടുകൊണ്ട് നിൽക്കണ്. അപ്പുറത്തെ വീട്ടത്ത് ജമീനത്താതൊക്കെ എന്തോ ഉണ്ടാവട്ടെ. നീ എന്തിനാ അവനെ നമ്മളിൽ വെച്ച് താരതമ്യം ചെയ്യണത്? വെറുതെ അപ്പുറത്തെ വീട്ടത്തെ ഇപ്പുറത്തെ വീട്ടത്തെയും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വെറുതെ അതുപോലെ ആഗ്രഹിക്കാൻ നിൽക്കണ്ടാട്ടാ. അതാ കുട്ടി കാര്യം. ഞാൻ പോയി എടുക്കട്ടെ.